ഒരു പൊട്ടിക്ക് സമ്മതിക്കാത്തോണ്ടാണ് ഇപ്പൊ ഇത് കിട്ടുമെന്ന് ഇയാൾ എന്നോട് സംസാരിച്ചിട്ടുള്ളതാണ് വാടക കൊടുക്കുന്ന കാര്യം. വേറൊരു നിവർത്തില്ലേ. വാടക ഇത്തിരി കൂടുതലാണ് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യമല്ലേ. വാടക ഒരു ഇത്തിരി കൂടിയാലും ഇതൊന്നും പറയണ്ട കേട്ടോ, ഇവിടെ അത്യാവശ്യ കാര്യം. ചേട്ടാ ആളുണ്ടാവും മാറി. അല്ല അജി വാടക കുറച്ച് ചോദിക്കാ, കിട്ടിയില്ലെങ്കിൽ തുറക്കൂല. നല്ല വിശേഷം. ഞങ്ങള് വന്നതേ ചേട്ടനെ മറ്റേ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ വാടക കൊടുക്കാനാണ് വീടില്ലേ, സരോവരം. അപ്പൊ അതിനൊരാളായിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വന്ന. ഇതല്ല, നമ്മുടെ ചെല്ലപ്പനാശാരിയുടെ മോനില്ലേ, വാസൂട്ടി ആശാരി. ആ കുട്ടി ഇവിടെ പണിക്ക് വന്നിട്ടുണ്ട്. അപ്പേ ഒരു പ്രശ്നമുള്ളത്, നമുക്ക് ഇന്ന് തന്നെ വേണോ? അത് ഒരു പ്രശ്നമാണ്. അല്ല, അവനെ ഇന്ന് തന്നെ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറണോ? അപ്പൊ ഇന്ന് തന്നെ ഒന്ന് കേറാൻ പറ്റിയാല് അതിന്റെ ഒരു ടെൻഷനിലാണ് നിന്നായിരുന്നു. അഡ്വാൻസിന്റെ വാടകയുടെ കാര്യമൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ, അപ്പൊ ഇന്ന് തന്നെ താമസിക്കാലോ അല്ലേ? പിന്നെ വേറെ ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? വൃത്തിയാക്കിയിട്ടില്ല. അല്ല അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ ചെയ്തോളൂ. അപ്പൊ ആ താക്കോല് കിട്ടിയാല് ഒരു നിമിഷം ഞാൻ എന്റെ വൈഫിനെ ഒന്ന് വിളിച്ചോട്ടെ. ആളെ പരിചയമുള്ള കാരണം പണി എളുപ്പമായി. ഞാൻ പറഞ്ഞ തട്ടൂല. അതങ്ങോട്ട് കഴിയും. നല്ല വീടാണ്. പുഷ്പേ, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന വീടില്ലേ, സരോവരം, ആ വീട് വാടകയ്ക്ക് താമസിക്കാൻ ഒരു പാർട്ടി വന്നിരിക്കുക. നമ്മുടെ ചെല്ലപ്പനാശാരിയുടെ മോനില്ലേ, വാസൂട്ടി, ആ കുട്ടി തന്നെ. എന്താ കൊടുക്കട്ടെ? ഞാൻ അവനോട് പറയാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? പുഷ്പയ്ക്ക് താല്പര്യമില്ല. വാസൂട്ടിയല്ലേ താമസിക്കുന്ന വാസൂട്ടിയാണ്, പക്ഷെ പുഷ്പ എന്റെ ഭാര്യയാണ്. എന്റെ പൊന്നാര സാറേ, ആകെ ഇടങ്ങറായിട്ട് നടക്കുകയാണ് ഞങ്ങള് ഒരു വിധപ്പെട്ട സ്ഥലത്തൊക്കെ അന്വേഷിച്ചു. വാസൂട്ടിനൊപ്പം ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഓന്റെ വീട് ഇങ്ങനെ ചെറുതായിട്ടൊന്നൊരു ജപ്തിയുടെ ഒരു അവസ്ഥയിലേക്ക് വന്നേ. അപ്പൊ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു ഇടങ്ങറിലാണ്. അപ്പൊ എങ്ങനെയെങ്കിലും നിങ്ങൾ ശരിയാക്കി തരണം, അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾ. അതുകൊണ്ടാണ് സംഗതി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പുഷ്പ സമ്മതിക്കണ്ടേ? പുഷ്പയ്ക്ക് ഇത് ഒട്ടും താല്പര്യമില്ല. ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു നോക്കിയാൽ പറ്റുമോ? ഞാൻ പറഞ്ഞ അവള് കേൾക്കില്ല. അവളുടെ അച്ഛൻ പറഞ്ഞിട്ട് അവള് കേൾക്കില്ല. പിന്നെ അല്ലേ ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കാൻ പോണത്. എന്താ റസിയാന്ന പേര്? പുഷ്പ. ഒക്കെ ഒന്ന് തന്നെ. ഇത് നടക്കൂലല്ലോ. അല്ല, കുറച്ചു ദിവസം താമസിച്ചിട്ട് മാറി തരാനുള്ളൊരു സംവിധാനം. പുഷ്പ സമ്മതിക്കണ്ടേ? പുഷ്പ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞു ഒന്ന് പുഷ്പിക്കാൻ പറ്റുമോ? നടക്കുവോ? ഇല്ല, നടക്കൂല. വേറെ സ്ഥലം നോക്കാം. എന്നാ ശരി. എന്നാല് ശരി. ഹലോ, ഒരു നിമിഷം. എന്താണ്? നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. അല്ല, ചോറും കൂടി തിന്നിട്ട് നേരല്ല ഞങ്ങക്ക് പോയിക്കോളെ. വീട് തരാനല്ല നോക്കണേ, ചോറ് തരാനാ നോക്കണേ. അതേ, ഇതിപ്പോ ഈ നിലക്ക് പോയാ ഇവിടുക്കാണ് നേരെ എത്രയും നടക്കാൻ തുടങ്ങിട്ട്. എന്തേലും വൈകുന്നേരത്തിനുള്ളിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ആദ്യം മാറിപ്പോട്ടെ. മുക്കിനൊന്നും അങ്ങോട്ട് പറഞ്ഞ കേട്ടാ മതിയായിരുന്നു. ഞാനേ വീട്ടിൽ തന്നെയുള്ള സൗകര്യമില്ല. എന്നാലും ജെസ്സിനോടൊന്ന് ചോദിച്ചിട്ടേ. അതൊന്നും ശരിയാവില്ല. അങ്ങോട്ട് പോണ്ട അത് ശരിയാവില്ല. ഇനി ഞാൻ ഓരോ ഒരു കച്ചവടത്തിൽ ഇറക്കിയിട്ട് അതിന്റെ ഇടങ്ങളിൽ മൂപ്പര വീടും പോയിട്ട് ഇനി എൻ്റെവിടെ കൊണ്ടുപോയി കയറ്റിയാല് നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലും. ശരിയാവില്ല. അവര് വണ്ടി വിളിച്ച് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കാന്നാ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനേ റസിയാനായിട്ട് ഒന്നും കൂടി സംസാരിക്കട്ടെ. പെട്ടെന്ന് വേണോട്ടാ. ഞാനേ വീട്ടിൽ ചെന്ന് അവളെ വിളിച്ചിട്ട് വരാം.